മുഹമ്മദ് റിയാസിനെ കൊണ്ട് ഇനി എന്താണ് പ്രയോജനം? ഒരു ഭാഗത്ത് മുഖ്യമന്ത്രി ആരാകണമെന്നുള്ള ചർച്ച നാണം കെടുത്തുന്ന രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്ത് മറ്റൊരു ചർച്ച ആരാകണം പ്രതിപക്ഷ നേതാവ് എന്നുള്ളതാണ്. മുഹമ്മദ് റിയാസ് ഉണ്ട്, പിണറായി വിജയൻ ഉണ്ട്, ബാലഗോപാലുണ്ട്. മുഹമ്മദ് റിയാസിനെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം പാർട്ടിക്ക് വേണമല്ലോ. അതെങ്ങനെ പ്രയോജനപ്പെടുത്തും അദ്ദേഹത്തെ? അതായത് മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ അതിനൊപ്പം തന്നെ പിണറായി വിജയൻ എന്ന് പറയുന്ന പേര് വന്നു ചേരും. കാരണം ഒരാൾ മരുമോനും മറ്റാൾ അമ്മായിയപ്പനാണ്. അപ്പം നമ്മളെന്തെല്ലാം പറഞ്ഞാലും അങ്ങനെ ചിന്തിക്കാനായിട്ടുള്ളൊരു സ്പേസ് അവിടെ ഉണ്ട് എന്നുള്ളത് ആര് കാണണം? CPM കാണണം. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട തോൽവിയുടെ കാരണം MV ഗോവിന്ദ മാസ്റ്ററും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ആയിരുന്നു എന്നുള്ളത് കണ്ണൂരിലെ സഹാക്കളെങ്കിലും വിളിച്ചു പറയുന്നുണ്ട്. അപ്പോൾ അവിടെ MV ഗോവിന്ദൻ മനസ്സിലാക്കേണ്ട കാര്യം ശ്യാമള തൻ്റെ ഭാര്യയാണെന്നുള്ളത് തന്നെയാണ്. സമൂഹം അങ്ങനെയാണ് അതിനെ കാണുക. ഇവിടെ ഉറച്ച സീറ്റിലുള്ള മത്സരമാണല്ലോ. എന്നിട്ട് എന്ത് ചെയ്തു? തോൽപ്പിച്ചു കൊടുത്തവരെ. CPM-നെ തോൽപ്പിച്ച് CPM ആണ്, അല്ലെങ്കിൽ മറ്റൊരു ഭാഷയെ പറഞ്ഞാൽ CPM-നെ തോൽപ്പിച്ച് MV ഗോവിന്ദ മാസ്റ്ററാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുതന്നെയാണ് ഈ പ്രതിപക്ഷ നേതാവിൻ്റെ തീരുമാനത്തിലേക്ക് വരുന്ന സമയത്ത് ജയിച്ചു വന്നിരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ഇപ്പോൾ പാർട്ടിക്കകത്ത് സീനിയോറിറ്റി സെക്രട്ടേറിയറ്റ് അംഗങ്ങളെന്ന നിലയ്ക്ക് പരിശോധിക്കുമ്പോൾ പോളിറ്റ് ബ്യൂറോ നിലയ്ക്ക് അദ്ദേഹമാണ്. പാർട്ടിയുടെ രീതി എങ്ങനെയാണ്? പാർലമെൻ്ററി തെരഞ്ഞെടുപ്പിനകത്ത് ആരാണോ വിജയിച്ചു വരുന്നത് അയാൾ പാർട്ടി സ്ഥാനത്ത് ഏറ്റവും ഉയർന്ന പൊസിഷനിൽ ഉള്ള വ്യക്തി ആരാണോ അയാളാണ് അതിൻ്റെ നേതാവുണ്ട്. മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവുണ്ട് പിണറായി വിജയൻ. കാരണം അദ്ദേഹം പോളിറ്റ് ബ്യൂറോ മെമ്പറാണെന്നാണ് കാര്യം. അത് കഴിഞ്ഞിട്ട് സെക്രട്ടേറിയറ്റ് മെമ്പേഴ്സിന് വരുന്നത്. പോളിറ്റ് ബ്യൂറോ മെമ്പർ വേണ്ട എന്ന് പാർട്ടി തീരുമാനിച്ച് അദ്ദേഹത്തെ മാറ്റി നിർത്തിയാൽ പിന്നീട് ഈ സെക്രട്ടേറിയറ്റ് മെമ്പറാണ് വരുന്നത്. സെക്രട്ടേറിയറ്റ് മെമ്പർമാർ രണ്ടുപേരുണ്ട്. ഒന്ന് മുഹമ്മദ് റിയാസും മറ്റൊന്ന് KN ബാലഗോപാൽ. അപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ട് ആരിയിരിക്കണം എന്ന് തീരുമാനിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവായി ഇരിക്കേണ്ട ഒരാളുണ്ട്, കുറച്ചും കൂടി അഗ്രസീവായിട്ടൊക്കെ കാര്യങ്ങളെ കാണും. അത് മുഹമ്മദ് റിയാസ് ആയിരിക്കും കുറച്ചും കൂടി നല്ലത് എന്ന് നമ്മൾ രാഷ്ട്രീയ നിരീക്ഷണം നടത്തുമ്പോൾ നമുക്ക് തോന്നും. KN ബാലഗോപാൽ എന്ന് പറഞ്ഞാൽ വളരെ ഡീസൻ്റായി മര്യാദക്ക് സംസാരിക്കുന്ന, സത്യമൊക്കെ മാത്രം പറയുന്ന ഒരാളാണ്. അയാൾക്ക് പറ്റിയ പരിപാടിയല്ലത് പ്രതിപക്ഷ നേതാവ്. ചിലപ്പോൾ അത്യാവശ്യം നുണ പറയേണ്ടി വരും, ആക്രമണ സ്വഭാവം കാണിക്കേണ്ടി വരും. അപ്പോൾ അതിന് അയാൾക്ക് പറ്റില്ല എന്നുള്ളതിൻ്റെ പേരിൽ അയാളെ പ്രതിപക്ഷ നേതാവ് ആക്കാതിരിക്കുന്നതാണ് ബുദ്ധി. മറ്റേയാളെ പ്രതിപക്ഷ നേതാവ് ആക്കാൻ തീരുമാനിച്ചാൽ ഉടനെ തന്നെ സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരാൻ പോകുന്നത് എന്താണ്? മരുമോനെ പ്രതിപക്ഷ നേതാവാക്കി. ഇനി അടുത്ത കൊല്ലം ഭരണം കിട്ടിയാൽ നമ്മളിപ്പോൾ VD സതീശൻ മുഖ്യമന്ത്രി ആവണം, കാരണം പ്രതിപക്ഷ നേതാവായിരുന്നല്ലോ എന്നതുപോലെ പ്രതിപക്ഷ നേതാവായ മുഹമ്മദ് റിയാസ് അടുത്തോണം മുഖ്യമന്ത്രി ആവണം എന്ന് പറയുന്ന വാദമായിരിക്കും എന്ത് ചെയ്യുന്നത്? ഉയർന്നു വരാൻ പോകും. അപ്പോൾ അത് ഒരു കുടുംബാധിപത്യം എന്ന് പറയുന്ന ചാപ്പ കൂടി അതിൻ്റെ കൂടെ പതിക്കപ്പെടും. ഇതൊക്കെ രാഷ്ട്രീയ നേതാക്കൾ കാണേണ്ടതാണ്. അതിനനുസരിച്ച് അവർ തീരുമാനമെടുക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള തീരുമാനങ്ങളിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷെ അത് പ്രയോജനപ്പെടുമല്ലോ ആർക്ക്? BJP-ക്ക്. CPM-ൽ നിന്ന് ചിന്തിക്കുന്ന ഒരാൾ, CPM-ൽ നിന്ന് ചർച്ച ചെയ്യുന്ന ഒരാൾ BJP-ക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയേണ്ടത്, അല്ലല്ലേ? ആണോ? അല്ല. അപ്പോൾ CPM-നകത്ത് എങ്ങനെ ചർച്ച വരണം എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ പരിശോധിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ആരായാലും ഒന്നും പ്രശ്നമില്ല. കാരണം വെച്ചാൽ പാർട്ടി എടുക്കുന്ന തീരുമാനം നടപ്പിലാക്കാനായിട്ട് പറ്റുന്ന ഒരുത്തിനെ കൊണ്ട് തിരുത്തിയാൽ മതി. പാർട്ടി പറയുന്നതൊക്കെ ചെയ്താൽ മതി. അതിൽ ബാക്കിയൊക്കെ പാർട്ടി ചെയ്തോളും പുറത്ത്. അങ്ങനെയാണ് നിലവിലുള്ള ഭരണകൂടത്തിനെതിരായിട്ടുള്ള ജനവികാരത്തെ ഏകോപിപ്പിച്ച് ആ ഭരണകൂടത്തെ താഴെയിടാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ CPM-നെതിരെ കോൺഗ്രസിൻ്റെ അത്തരത്തിലുള്ള ഏകീകരണമൊന്നും ഉണ്ടായിരുന്നില്ല. CPM-നെതിരെ പ്രധാനമായിട്ട് നിന്നിരുന്ന പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ മലയാള മനോരമയായിരുന്നു. അവർ ചെയ്യുന്ന പോലെ ഭംഗിയായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കോൺഗ്രസിനും കഴിയുമായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ CPM-ന് പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുന്ന് നിലവിലുള്ള ഭരണകൂടത്തിനെതിരെ ഏകോപിതമായ പ്രവർത്തനം നടത്താൻ മലയാള മനോരമയുടെ സഹായം ആവശ്യമില്ല, ദേശാഭിമാനിയുടെ സഹായം ആവശ്യമില്ല. അവർക്ക് നല്ല രീതിയിൽ പാർട്ടി പ്രവർത്തനം നടത്താനായിട്ട് കഴിയും. അതുകൊണ്ട് ആരെ പ്രതിപക്ഷ നേതാവാക്കി വെച്ചാലും CPM-ന് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും?
അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. അപ്പോൾ രണ്ട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാവുന്നതാണ്. പിണറായി വിജയനെ ഒഴിവാക്കുക. രണ്ടാമത്തത് അദ്ദേഹത്തിൻ്റെ മരുമകനായിട്ടുള്ള മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കുക. എന്നിട്ട് ആര് വേണമെങ്കിലും പ്രതിപക്ഷ നേതാവ് വെച്ചാലും CPM വലിയ പരിക്കില്ല എന്നുള്ളത്. മറ്റേത് രണ്ടും പരിക്കാണ് ശരി. പക്ഷെ താരതമ്യേന പരിക്ക് കുറവാണ് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാണ്. ഞാൻ പറഞ്ഞത് മുഹമ്മദ് റിയാസിലൂടെ CPM നേടാൻ ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ എയിം ഉണ്ടാവുമല്ലോ, അതെന്താണ് എന്നുള്ളത്. അത് മുഹമ്മദ് റിയാസിലൂടെ നേടാനായിട്ട് കഴിയുന്നത്, മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന മുസ്ലിമിനെ പ്രതിപക്ഷ നേതാവാക്കാനായിട്ട് CPM കഴിഞ്ഞാൽ അതൊരു പൊളിറ്റിക്കൽ ഗെയിനാണ് ശരിക്കും. ഞാൻ പറഞ്ഞ നിഷേധാത്മകമായിട്ടുള്ള വശങ്ങളൊക്കെ അവിടെയുണ്ട്. ഈ മരുമോൻ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ കുടുംബാധിപത്യ സ്ഥാപനം എന്നൊക്കെ പറയുന്ന ആശയങ്ങളൊക്കെ അവിടെ ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ പൊളിറ്റിക്കൽ ഗെയിൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ന്യൂനപക്ഷ നേതാവിനെ എന്ത് ചെയ്തിരിക്കുന്നു, CPM പ്രതിപക്ഷ നേതാവാക്കി സ്ഥാപിച്ചിരിക്കുന്നു. അത് കേരളീയ സമൂഹത്തിനകത്തുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വ്യത്യസ്തമായിരിക്കും ശരിക്കും. മറ്റേ ഫാക്ടേഴ്സ് ഉള്ളായിരുന്നാണ് ഈ കുഴപ്പം മുഴുവനുള്ളത്. പിണറായി വിജയൻ്റെ മരുമോനല്ലായിരുന്നു മുഹമ്മദ് റിയാസ് എങ്കിൽ മുഹമ്മദ് റിയാസിനെ പ്രതിപക്ഷ നേതാവാക്കുന്നത് CPM വളരെയധികം പൊളിറ്റിക്കൽ ഗെയിൻ കിട്ടിയാണ്. പക്ഷേ ഇപ്പോൾ ആക്കി കഴിഞ്ഞാൽ അത് മരുമോനാണെന്നും അത് കുടുംബാധിപത്യമാണെന്നും എന്ന് പറയുന്ന അഭിപ്രായത്തെ ബലപ്പെടുത്തുന്നതായി തീരും. അതാണ് അവിടുത്തെ നഷ്ടം. മറ്റത് അവിടുത്തെ നേട്ടം. മുസ്ലിമിനെ എന്ത് ചെയ്യുന്നു, പ്രതിപക്ഷ നേതാവാക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ. സത്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കഴിയേണ്ടത് ദളിതൻ, ന്യൂനപക്ഷം, പിന്നാക്കക്കാരൻ, ഇവരൊക്കെ ഈ ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരുത്താനായിട്ട് കഴിയണം. ജാതി വർഗീയത ഒന്നും പരിഗണിക്കാതെ. പക്ഷേ അതിനൊന്നും പറ്റാറില്ല എന്ന് പറഞ്ഞാൽ പാർട്ടിക്കകത്തും എന്തുണ്ട്, ജാതി വിവേചനമുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. അതുകൊണ്ടാണ് അത് പറ്റാതെ പോകുന്നത്. ഒരു സ്ഥലത്ത് ഒരു വാർഡിൽ ഒരു സ്ഥാനാർത്ഥി നിർത്താൻ നോക്കുമ്പോൾ അവിടുത്തെ ആ പ്രദേശത്തെ വോട്ട് ബാങ്ക് പൊസിഷൻ നോക്കും. മുസ്ലിങ്ങൾ കൂടുതലുള്ള സ്ഥലത്താണെന്ന് വെച്ചാൽ മുസ്ലിം സ്ഥാനാർത്ഥി കിട്ടെ എന്ന് പറയും. അങ്ങനെയാണ് പോകുന്നത്. അത് മാറണം. പൊളിറ്റിക്കൽ ഗെയിനിലേക്ക് നമ്മൾ വരുമ്പോൾ മുഹമ്മദ് റിയാസിനെ നിർത്തുക എന്നത് തന്നെയാണല്ലോ ശരി. അതെ. പക്ഷെ മറ്റേതിനെ മറികടക്കാൻ പറ്റുന്നില്ലല്ലോ. പറ്റുമോ? കാരണം നേരത്തെ തന്നെ NH-66 ഉദ്ഘാടനം നടത്തിയ സമയത്ത് മുഹമ്മദ് റിയാസിനെ ക്ഷണിച്ചില്ല BJP എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് ക്ഷണിച്ചില്ല. എന്താണ് ക്ഷണിക്കാത്തതെന്ന് ചോദിച്ച സമയത്ത് BJPയുടെ നേതാവായ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞതെന്താണ്, അമ്മായപ്പനെയും മരുമോനെയും ക്ഷണിക്കണോ എന്ന് ചോദിച്ചു. എന്ത് വൃത്തികെട്ട ഡയലോഗാണ് അയാൾ പറഞ്ഞത്. പക്ഷേ അത് ശരിയാണെന്ന് കരുതുന്ന ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ട്. പിന്നെ എന്ത് ചെയ്യും നമ്മൾ? അയാൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ്. റോഡ് ഗതാഗത സംവിധാനങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള പരിപാടികളിൽ അയാളെ വിളിക്കേണ്ടതാണ്. അയാൾ പിണറായി വിജയൻ്റെ മരുമനായി ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇതൊരു വലിയ പ്രശ്നമാണ്. നമ്മൾ ആരും എന്ത് പറഞ്ഞാലും അതിൽ നിന്നും നമ്മുടെ സമൂഹത്തിന് വിടുതലില്ല എന്നുള്ളതാണ്. അല്ല, തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന CPM അവർ ചെയ്യേണ്ട ഒരുപാട് അവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ജയിച്ചു വന്നിരിക്കുന്ന MLA-മാരിൽ നിന്ന് അവരുടെ ഹൈറാർക്കി നോക്കാതെ, ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, പോളിറ്റ് ബ്യൂറോ, കേന്ദ്ര കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി, സെക്രട്ടേറിയറ്റ്, ജില്ലാ കമ്മിറ്റി എന്നൊന്നും നോക്കാതെ കൊള്ളാവുന്ന ഒരു MLA പ്രതിപക്ഷ നേതാവാക്കണം. അതിനുള്ള ചങ്കുറ്റവർ കാണിച്ചാൽ മാത്രമാണ് ഇത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെ അവർക്ക് മറികടക്കാനായിട്ട് കഴിയും. വീണ്ടും പിണറായി വിജയനിലേക്കാണ് പേര് വരുന്നതെങ്കിലും അതും അവർക്ക് നല്ലതല്ല ശരിക്കും. കാരണം പിണറായിയുടെ ഭൂതം അവർ വേട്ടയാടുന്നു. ഇപ്പോൾ കമ്മ്യൂണിസത്തെക്കുറിച്ച് പറഞ്ഞതെന്ന്, യൂറോപ്പിന് ഒരു ഭൂതം വേട്ടയാടും, കമ്മ്യൂണിസം എന്ന ഭൂതം എന്നാണ് പറഞ്ഞത്. അതുപോലെ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി ഒരു ഭൂതം വേട്ടയാടും, അത് പിണറായി വിജയൻ എന്ന ഭൂതം എന്ന് പറയുന്നതിന് പ്രസക്തി ഉണ്ടാക്കി കൊടുക്കുന്ന പ്രക്രിയയാണ്. മാറട്ടെ ശരിക്കും. മാറിയെന്ന് കഴിഞ്ഞാൽ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് CPM സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു നേതാവെന്ന് പറയുന്നത് പിണറായി വിജയൻ തന്നെയാണ്.
പിണറായി വിജയൻ മാറി നിന്ന് ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുകയാണെന്ന് വിചാരിക്കുക. പിണറായി പറയുന്നതനുസരിച്ചായിരിക്കും കാര്യങ്ങൾ നടക്കും. അത് വളരെ നല്ലതായിരിക്കില്ല പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. എ ചേഞ്ച് ഈസ് ദെയർ, ഒരു മാറ്റം അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റത്തിന് ആക്കം കൂട്ടുകയും അതിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ഊർജ്ജമായി പിണറായി വിജയൻ മാറുകയും ചെയ്താൽ പിണറായി വിജയൻ്റെ ഇമേജിന് തന്നെ മാറ്റം വരും. അങ്ങനെ പിണറായി റീകൺസ്ട്രക്റ്റ് ചെയ്ത് റീലോഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിലേക്ക് പോയാൽ CPM-നെ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റും. അല്ലാതെയും എത്തിച്ചേരാൻ പറ്റും. കാരണം ചിലപ്പോൾ നോക്കൂ, നീറ്റ് വിഷയമുണ്ടായി. കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ വൻപിച്ച അഴിമതിയുടെ ഒരു പ്രതിഫലനമാണ് ശരി. അതിനെതിരെ രാജ്യവ്യാപകമായി സമരം നടത്തുമ്പോൾ അതിൻ്റെ നേതൃനിരയിൽ SFI ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലായി. തിരുവനന്തപുരം സ്തംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരും. അങ്ങനെ സമരങ്ങളിലൂടെ അവർക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ചു വരാനായിട്ടുള്ള സ്പേസ് ഉണ്ടാകും. അത് പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ ആ സമരത്തിന് മേൽക്കൈ കൊടുക്കാനായിട്ട് ഒരു കരുത്തുറ്റ നേതാവ് വേണം. ഇപ്പം മുഹമ്മദ് റിയാസിൻ്റെ DYFIയുടെ ഒക്കെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അത്തരത്തിലുള്ള കുറെ എക്സ്പീരിയൻസ് ഉണ്ട് മുഹമ്മദ് റിയാസ്. ഇതൊക്കെ ശരിയാണ്. ഞാൻ മുഹമ്മദ് റിയാസിൻ്റെ കാര്യം മാത്രമല്ല, ശ്യാമള ടീച്ചറൊക്കെ നല്ല പാർട്ടിയുടെ പ്രവർത്തകയായിരുന്നു. അല്ല, അവർ തോറ്റല്ലോ MLA. അല്ല, ഞാൻ പറയുന്നത് അപ്പോൾ ആ വിഷയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ മുഹമ്മദ് റിയാസിൻ്റെ കാര്യത്തിൽ. അതൊക്കെ പരിഗണിച്ചിട്ട് തീരുമാനം എടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ബന്ധുത്വം എന്ന് പറയുന്നത് പ്രധാന പ്രശ്നം തന്നെയാണ്. അത് CPM-നകത്താണ് കൂടുതൽ ശക്തമായിട്ട്. കോൺഗ്രസ് അത് ചെയ്താൽ അങ്ങനെ ആളിലും അത് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. കാരണം കോൺഗ്രസിൻ്റെ രീതിയാണ്, ഒരാൾ മരിച്ചാൽ അയാളുടെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കുന്നു, കൊണ്ടു നടക്കുന്നു. ഭാര്യയും ഭർത്താവും ഒക്കെ ഒരുമിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. ഒന്നും കുഴപ്പമൊന്നുമില്ല. ഇത് കുടുംബം. അത് അവിടെ മുകളിൽ നിന്ന് തുടങ്ങുന്നത് അങ്ങനെയല്ലേ. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി, ഇതൊക്കെ ഒരു കുടുംബമാണ് ശരിക്കും. അപ്പോൾ അതെവിടെയും അവർക്കാവാം. CPM അങ്ങനെയല്ല. അങ്ങനെ അല്ലാത്തത് അവർ ചെയ്യാൻ തുടങ്ങുമ്പോൾ എതിർക്കപ്പെടും. അത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ, തീരുമാനങ്ങൾ എടുക്കാൻ പാടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്.